കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീട്ടിലെ സഭായോഗം എന്ന നിലയിൽ ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ഉടൻ തരുന്നു വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. മെയ് മാസം 3-ാം തീയതി വിശുദ്ധ സഭായോഗമായി 2026 മെയ് 3 ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. ഒരു ദിവസം കൂടി ചേർത്ത് നൽകി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ഒരു ദിവസം കൂടി അനുവദിച്ചു ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. എനിക്ക് നിങ്ങൾക്കും വീട് കിട്ടിയ ഈ ദിവസം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കൺപോളകൾ തുറന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപ എന്ന് മാത്രമേ പറയാനുള്ളൂ. എത്രയോ ജനലക്ഷങ്ങൾ, ജനകോടികൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഒരു നിമിഷം 5 പേര് 6 പേരെന്ന് 10-20 വർഷം മുമ്പ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 5ഒന്നുമല്ല, ഒരു നിമിഷം ഒരു സെക്കൻഡിൽ 10 പേരെങ്കിലും കുറഞ്ഞത് മരിച്ചു വീഴും. അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂറിൽ, ഒരു സെക്കൻഡിൽ 10 ഒരു മിനിറ്റിൽ, ഒരു മണിക്കൂറിൽ, ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം ജനകോടികൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. അതിൽ നമ്മളൊന്നാകാത്തത് ദൈവകൃപ. എന്നാൽ നമ്മുടെ ഈ ജീവിതത്തിൽ അത് സംഭവിക്കാം. അതിനു മുൻപ് രക്ഷാപൂർത്തി പ്രാപിക്കാൻ ആവശ്യമായ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളും പഠനങ്ങളും നമ്മൾ പ്രാപിച്ചെടുത്തുകൊള്ളണം. ഒരു മനുഷ്യൻ മരിച്ചാൽ 7 വർഷം കഴിയുമ്പോൾ എല്ലിൻ്റെ ചില അംശങ്ങൾ മാത്രമേ മണ്ണിൽ കാണത്തുള്ളൂ. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഫോട്ടോ ഒരു സോഷ്യൽ മീഡിയയിലൊരു അറിയിപ്പ് വന്നായിരുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ എല്ലാ അവയവത്തിൻ്റെ അവസ്ഥകളും വലിയ വ്യത്യാസം വരിക. അതിലും പറഞ്ഞ പോലെ മനുഷ്യൻ ഈ മണ്ണാകുന്നു, മണ്ണോട് ചേരും, പൊടിയാകുന്നു, പൊടിയിലേക്ക് ചേരും. ഒന്നും കാണത്തില്ല, എല്ല് പോലും ദ്രവിച്ചു പോകും. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഈ ലോകത്തിൽ മനുഷ്യർ പലരും പലതിലുമൊക്കെ പ്രശംസിക്കുന്നുണ്ട്. ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിലോ ദൈവത്തെ അറിയാൻ ഇടയായി എന്നതിൽ ദൈവത്തിൽ പ്രശംസിക്കാനാണ്. പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനാണ് പറഞ്ഞത്. എന്തിലൊക്കെയാ പലരും പ്രശംസിക്കുന്നത്? ഏതിലൊക്കെയാണ് പ്രശംസിക്കുന്നത്? വിദ്യാഭ്യാസത്തിൽ, ധനത്തിൽ, പിന്നെ പ്രശസ്തിയും, പേരും പ്രശസ്തിയും, ഭൗതികമായ നേട്ടങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് എന്ന് വേണ്ട, ആത്മീയരെന്ന് പറയുന്നവർ പോലും ഭൗതിക കാര്യങ്ങളിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നിങ്ങളെ പൗലൂസിൻ്റെ വാക്യത്തിലേക്ക് നടത്താനാണ് താല്പര്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരും. പൗലൂസിനേക്കാൾ ഒരു വലിയ മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുപോലൊരു മനുഷ്യനായിരുന്നു വിദ്യാഭ്യാസത്തിലും, ധനത്തിലും, അറിവിലും, കഴിവിലും, എന്തുകൊണ്ടും ഏറ്റവും മുൻനിരയിൽ നിൽക്കേണ്ട ഭാഗ്യം സിദ്ധിച്ചൊരു മനുഷ്യനാണ് പൗലോസ്. അതെല്ലാം ഫിലിപ്പിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, ക്രൂശിൻ്റെ ദർശനം തനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ തൻ്റെ ചിന്ത എനിക്ക് ക്രിസ്തുവിനെ നേടണം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതി ലഭിക്കണം, എനിക്ക് ക്രിസ്തുവിലിരിക്കണം, കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം, കർത്താവിൻ്റെയും കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെയും ശക്തി അനുഭവിച്ചറിയണം, അവൻ്റെ കഷ്ടാനുകളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. ഇങ്ങനെ വല്ലവതിനെയും മരിച്ചവരുടെയും എന്നുള്ള പുനരുദ്ധാനം
പ്രാപിക്കണമെന്ന് വെച്ച് താൻ സകലതും ചപ്പന്നും ചവറെന്നും എണ്ണിയിരിക്കുന്നു. എണ്ണിക്കഴിഞ്ഞു. ഇനി ഭാവിയിൽ എന്തെങ്കിലും നന്മകൾ കിട്ടുന്നെങ്കിൽ അതും ചപ്പന്നും ചവറൊന്നും എണ്ണിക്കൊണ്ടിരിക്കുക. ഇന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. അവരൊക്കെ എന്താ ചെയ്യുന്നത്? പൗലൂസിന് ക്രൂശിന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ഭൗതികം മുഴുവൻ ചപ്പന്നും ചവറൊന്നും എണ്ണി. എനിക്ക് ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞാൽ മതി. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ ഞാൻ സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വൈഭവം കൂടാതെ അത്ര ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. എനിക്ക് ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞ് വേറെ ഒന്നും അറിയണ്ട. എല്ലാ അറിവുള്ള മനുഷ്യൻ പറയുക, നമ്മൾക്കിപ്പോൾ എന്തൊക്കെ അറിയണം, നമുക്കിപ്പോൾ എന്തൊക്കെ വേണം. 10 ചക്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ ആണെന്ന്. ഒന്നുമല്ല കുഞ്ഞുങ്ങളെ, ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ല പെന്തക്കോസ് ലോകമേ, ഒന്നുമല്ല ദൈവമക്കളെ, വിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാം വളരെ ദൈവത്തിൽ നിന്നും വചനത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുക. വിലയേറിയ മുത്ത് കണ്ടെത്തിയാറെ കുറച്ച് മുത്ത് കൊണ്ടുവന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക ഒരു മുത്ത് വ്യാപാരി. എന്നാൽ അതിനേക്കാൾ വിലയേറിയത് കണ്ടപ്പോൾ ഇത് മുഴുവൻ കൊണ്ടുപോയി വിറ്റ് ആ വിലയേറിയത് പ്രാപിച്ചു. മുത്ത് വ്യാപാരിയുടെ അനുഭവം. വയലിൽ ഒളിച്ചു വെച്ച നിധി സ്വർഗരാജ്യത്തിൻ്റെ ക്ലാസ് നിങ്ങളെല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു. ആ നിധി കണ്ടെത്തിയാറെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങാനായിട്ട് പുറപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് എടുത്ത് കാണിക്കുന്നു. എന്താ ഇതൊക്കെ അർത്ഥമാക്കുന്നത്? സ്വർഗീയ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൻ്റെ പിറകെ പോകരുത്. ഈ ലോകത്തിലേതൊന്നും വലുതായി കാണരുത്. ഈ ലോകത്തെ പ്രാപിക്കാനുള്ള യാതൊരു ആഗ്രഹങ്ങളും നമ്മളിൽ ഉണ്ടാകരുത്. വല്ല വിധേനയും ഏത് വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം, ദൈവരാജ്യം പ്രാപിക്കണം, കർത്താവിനെ കാണണം, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കണം, കർത്താവിനെ ആരാധിക്കണം, സ്വർഗീയ സന്തോഷം പ്രാപിക്കണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കണം നമുക്ക്. എത്ര വിശ്വാസികൾക്ക് അതുണ്ട്, എത്ര പാസ്റ്റർമാർക്കുണ്ട്, എത്ര നേതൃത്വ നിലകൾക്കതുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് വീമ്പളക്കുന്ന വിശ്വാസികളും ശുശ്രൂഷകന്മാരെ കൊണ്ട് ഭൂമി നിറഞ്ഞു കിടക്കുകയാണ്. എന്താ കാര്യം? സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത പ്രാപിക്കാത്തതുകൊണ്ടാണ്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്. ദർശനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ഏതൊരു വ്യക്തിയും ക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ, കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അവൻ്റെ ലക്ഷ്യം ദൈവരാജ്യം, സ്വർഗരാജ്യം. ഏത് നിലയിലും അത് പ്രാപിച്ചെടുക്കണം. ഇന്നത്തെ വിശ്വാസികളത് കാണുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികൾ സഭകളിൽ കുറവാണ്. വിരലെണ്ണാവുന്നവരെ കാണത്തുള്ളൂ. അവർ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയും, സ്നാനപ്പെട്ടെന്നൊക്കെ പറയും, അഭിഷേകം പ്രാപിച്ചെന്നൊക്കെ പറയും, ദൈവമക്കളാണെന്നൊക്കെ പറയും. പക്ഷേ ജീവിതത്തിൽ അതൊന്നും കാണാൻ കഴിയുന്നില്ല. വീണ്ടും ജനനം പ്രാപിച്ചവൻ്റെ ചിന്ത, രക്ഷിക്കപ്പെട്ടവൻ്റെ ചിന്ത രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടണം എന്നുള്ളതായിരിക്കും. രക്ഷയുടെ ഫൈനൽ സ്റ്റേജിൽ എത്തുക എന്നുള്ളതായിരിക്കും അവൻ്റെ ചിന്ത. അതിന് ഈ ലോകത്താലുള്ള മോഹം വിട്ടൊടിഞ്ഞ് ദൈവത്തോട് ചേരുവാനുള്ള ആഗ്രഹവും താല്പര്യവും വാഞ്ചയും അതിലുള്ള വചനങ്ങളും അതിലുള്ള ഉപദേശങ്ങളും അതിലുള്ള ആത്മീകമായ കൂട്ടായ്മകളും അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. ജോലി ചെയ്യേണ്ടെന്നോ പഠിക്കേണ്ടെന്നോ കുടുംബകാര്യം നോക്കേണ്ടെന്നോ ഒന്നും അർത്ഥമാകുന്നില്ല. അതെല്ലാം നമ്മൾ ചെയ്യുക. പക്ഷേ അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നിത്യത, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതായിരിക്കും. പരദേശി മോക്ഷയാത്ര പുസ്തകത്തിൽ തൻ്റെ യാത്ര മോക്ഷയാത്രയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ്. പത്രോസ് പറയുന്ന, പ്രിയമുള്ളവരെയും പരദേശികളും പ്രവാസികളുമാണ് നമ്മൾ പരദേശിയാണ്, നമ്മൾ പ്രവാസിയാണ്. ഒരു പരദേശിക്ക്, ഒരു പ്രവാസിക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല പ്രിയമുള്ളവരെ. അപ്പോൾ എനിക്ക് എൻ്റെ അപ്പൻ 10-15 ഏക്കർ പതിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് പോകേണ്ടതാണ് നമ്മൾ. എനിക്ക് നല്ല ജോലിയുണ്ട്, അതൊക്കെ വിട്ടിട്ട് പോകണം.
എനിക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വിട്ടിട്ട് പോകണം. പണ്ടൊരു ഉപദേശി പറഞ്ഞ പോലെ ആ ഇടുങ്ങിയ പെട്ടിനുള്ളിലേക്ക് കയ്യും കാലും കൈ കൂട്ടിക്കെട്ടും, കാല് കൂട്ടിക്കെട്ടും, താടിയും തലയിൽ ഒരു കെട്ട് കെട്ടി താടിയും കൂടി ചേർത്തൊരു കെട്ട് കെട്ടും. കുറേ വർത്തമാനം പറഞ്ഞതല്ലേ, കുറേ സംഭാഷണങ്ങൾ നടത്തിയതല്ലേ, ഇനിയൊന്നും പറയണ്ട, അവിടെ കിടന്നോ. കൈ കൂട്ടിക്കെട്ടുമ്പോൾ ചിന്തിക്കുന്നത് എന്താ? കുറേ പ്രവൃത്തികൾ ചെയ്തതല്ലേ, ഇനിയൊന്നും ചെയ്യണ്ട. കാല് അവിടെ ഇവിടെയൊക്കെ പോയി നടന്നതല്ലേ, ഇനി എങ്ങും പോണ്ട. കൂട്ടിക്കെട്ടി ആ ഇടുങ്ങിയ പെട്ടിയിലേക്ക് എടുത്തു വെച്ച് പെട്ടി കൊണ്ട് അടച്ച് മണ്ണിൽ കൊണ്ട് വെച്ച് മുകളിൽ മണ്ണിട്ട് ചവിട്ടി പൂർത്തി കിട്ടിയ റീത്തുകളും എല്ലാം കൂടി അതിൻ്റെ മണ്ടയിലോട്ടിട്ട് പണ്ടൊരു അപ്പച്ചനെ മക്കളെല്ലാം കൂടി ചേർന്ന്, മക്കളും കൊച്ചുമക്കളും കൂടി കൊണ്ടുവന്ന് അടക്കിയ കഥ എൻ്റെ ഓർമ്മയിൽ വരിക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർത്തിരിക്കുന്ന നല്ലതാണ്. അതൊക്കെ അടക്കെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് മക്കൾ പറയുക, അപ്പാ ഞങ്ങളെ വിട്ടിട്ട് പോവുകയാണോ, അപ്പം ഞങ്ങളെ വിട്ടിട്ട് പോവുകയാണോ എന്നും പറഞ്ഞ് കിടന്ന് കൂട്ടക്കരച്ചില്ല. അപ്പം ആ അപ്പന് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അപ്പൻ എന്താ പറയും? മക്കളെ, നിങ്ങളല്ലേ എന്നെ ഇവിടെ ഇട്ടിട്ട് പോണത്. യാഥാർത്ഥ്യം അതല്ലേ? നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എല്ലാവരും മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ആർക്കും ഇവിടെ ജീവിക്കാൻ, ദീർഘമായി ജീവിക്കാൻ ഒരു വ്യവസ്ഥയും നിലനിൽപ്പില്ല. വചനം പറയുന്നു, ഏറെ ആയാൽ 70 80 സംവത്സരം. അത് കഴിയുമ്പോൾ നമ്മളെല്ലാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. എങ്ങോട്ട് പോകുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമ്മുടെ ഉള്ളിലുണ്ടാകണം, ഹൃദയത്തിൽ. അതാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. അപ്രതീക്ഷിതമായിട്ട് മരണം കടന്നു വരാം, ഒരു ആക്സിഡൻ്റായിട്ട് ചിലപ്പോൾ കടന്നു വരാം, ഏത് നിലയിലും കടന്നു വരാം. പക്ഷേ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത കണ്ണടയുന്നതിന് മുമ്പ് പ്രാപിച്ചെടുക്കണമെന്ന് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കണ്ണടഞ്ഞ് പോകുന്നതിന് മുൻപ് എങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ചൊന്ന് തിട്ടപ്പെടുത്തണം, വ്യക്തത വരുത്തണം. അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അപകടം പതിയിരിപ്പുണ്ട്. സാധാരണ മരിച്ചു കഴിയുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ്, ഒത്തിരി പാട്ടുകളുണ്ട്. സമയാമാരത്തിൽ പാടാറുണ്ട്, നല്ല പോലെ വെറുതെ ഓട്ടം തികച്ചെന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ട്, ഒത്തിരി പാട്ടുകളൊക്കെ പാടാറുണ്ട്. ഞാൻ പണ്ടതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല, എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പേർ വിളിക്കും നേരം കാണും എൻ പേര്, അതാണ് മിക്കവാറും എല്ലാവരും പാടും. അതിങ്ങനെ റിപ്പീറ്റായിട്ട് പാടി 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 സായുജ്യമടയുന്ന ദൈവമക്കൾ. അവിടെ പേരൊന്നും വിളിക്കത്തില്ല, ഒരു പുതിയ പേര് തരുമെന്ന് പറയുന്നുണ്ട്. ഇന്നാൾ ഇങ്ങോട്ട് വാ, ഇന്ന സംഘടനക്കാരൻ ഇങ്ങോട്ട് വാന്നൊന്നും അവിടെയില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങൾ എടുക്കപ്പെടും. ഇതാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനം തരുന്ന പഠനം. ക്രിസ്തുവിൽ ജീവിച്ചു മരിച്ചവർ, പ്രമാണം അനുസരിച്ച് ജീവിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അല്ലാതെ അവിടെ പേര് വിളിയും നാള് വിളിയൊന്നും അവിടെ ഇല്ല. അതൊക്കെ ചുമ്മാ ഭാവനകൾ പറയുന്ന. ശവപ്പെട്ടിയിൽ എഴുതി വയ്ക്കും, നല്ലപോലെ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇത് വിമർശനമല്ല, ഒരു പഠനമാണ്. നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. അതാരെക്കുറിച്ച് പറഞ്ഞതാ? ആരെക്കുറിച്ച് പറഞ്ഞ? പൗലൂസ് തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. അതിന് നമ്മളെടുത്ത് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? നമ്മൾ നല്ല പോലെ പൊരുതോ, ഓട്ടം തികച്ചോ, വിശ്വാസം കാത്തോ? ഒരു മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരു സാദൃശ പഠനം നടത്താം. ഏതൊരു വിശ്വാസിയും മരിച്ചു കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ദുഃഖത്തിൻ്റെ കണ്ണീര് വീഴ്ത്തുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നല്ല പോരെന്താണ്, ഓട്ടം എന്താണ്, വിശ്വാസം കാക്കുക എങ്ങനെയാണ്? ഇത് വല്ലവർക്കും അറിയുമോ? ചുമ്മാ അങ്ങ് പറഞ്ഞു വിടുക, വചനങ്ങളൊക്കെ എടുത്ത് ചുമ്മാ അങ്ങ് പറയുക. പണ്ടൊരു പാസ് പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും, നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും,
എന്ന് കൊരിന്ത്യരോട് പൗലോസ് പറയുന്ന ഭാഗം എടുത്ത് പാസ്റ്റർ ശക്തിയോടെ പ്രസംഗിക്കുക. എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നാം എല്ലാവരും. അയ്യോ, നമ്മളെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. അവിടെ പ്രതിപാദിക്കുന്നത് കൊരിന്ത് സഭയും പൗലൂസുമാണ് അവിടുത്തെ പ്രധാന വിഷയം. കൊരിന്ത് സഭയോട് പൗലൂസ് പറയുന്ന പ്രസ്താവനയാണ്, നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും, നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും അല്ലാതെ അത് ആ നിലയിൽ ചിന്തിക്കരുത്. കൊരിന്ത് സഭ ഏത് നിലവാരത്തിലായിരുന്നു? 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അത് പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് വരിക. മുഖര് പറയാൻ സമയം അധികം ഇല്ല, എങ്കിലും ഹൃദയത്തിൽ തട്ടുന്ന കാര്യങ്ങൾ പറയാതിരിക്കാനും നിവൃത്തിയില്ല. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ തുടങ്ങുന്നുവോ? അല്ല, ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതും സകല മനുഷ്യരും അറിയുന്നതും ഞങ്ങളുടെ പത്രം. പൗലോസ് പറയുന്നു, പൗലോസ് പറയാ കൊരിന്ത്യരോട്, ഞങ്ങളുടെ പത്രം നിങ്ങളാണ്. 1-ാം അധ്യായം 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ശൈശവസ്തുക്കളായി തമ്മിൽ തല്ലി പൗലൂസിൻ്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പൊല്ലോസിൻ്റെ പക്ഷം എന്ന് പറഞ്ഞ് ഇന്നത്തെ പെന്തക്കോസ്തുകാരെ പോലെ തമ്മിൽ തല്ലി വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന വിശ്വാസികൾ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പൗലൂസ് പറയുക, ഞങ്ങളുടെ പത്രമായി നിങ്ങൾ. അടുത്ത് പിന്നെയും ശുശ്രൂഷ ചെയ്ത് വചനങ്ങൾ പ്രസംഗിച്ച് കേൾപ്പിച്ച് ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അപ്പോൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. കൊരിന്ത് സഭ അപ്പോസ്തലന്മാരെ പോലെയായി, അപ്പോസ്തലന്മാരുടെ പത്രങ്ങളായി. അപ്പോസ്തലന്മാരെ കൊരിന്ത് സഭയിലെ വിശ്വാസികളിലെ കാണാൻ തുടങ്ങി, അവരെ പോലെ ആയിത്തീർന്നു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിനെ പോലെയായി, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. അവരോടാണ് പൗലൂസ് പറയുന്നത്, നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് രൂപാന്തരവും മരിച്ചുപോയവർക്ക് കുറിപ്പ് ലഭിക്കുന്നു. അവരോടാണ് പറയുന്നത്. കോടതിയും കയറി വഴക്കമുണ്ടാക്കി പിന്നെ 1 ഊതുമ്പോൾ 4 കരണം അറിയുന്നവനൊക്കെ എന്നാ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നായി പറയണേ. ഊതിയിടല്, ഉന്തിയിടല്, കൊലപ്പിക്കല്, ചിരിപ്പിക്കല്, ഛർദ്ദിപ്പിക്കല്, ഇല്ലാത്ത ദുരുപദേശം മുഴുവൻ സഭയിൽ വന്ന് വിളമ്പിയിട്ട് ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും, രൂപാന്തരപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്ന് ദൈവമക്കൾ, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ വെറുതെ പറഞ്ഞ ആൾക്കാരെ മൂഢസ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളുടെ പിറകെ പോകുന്നവരായി നമ്മൾ തീരണമെന്നാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ലയിടത്തും വല്ലവരും പറയുന്നു എന്ന് കേട്ട് നമ്മൾ രോമാഞ്ചമണിയാതെ അല്ലെങ്കിൽ സന്തോഷിക്കാതെ, ചിലരൊക്കെ ചുമ്മാ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒക്കെ ഭയങ്കര ഒരു അനുഭൂതിയൊക്കെ ഉണ്ട്. അതൊക്കെ വെറുതെയാണ്. വചന വ്യവസ്ഥ പാലിക്കാതെ, ഉപദേശമനുസരിച്ച് ജീവിക്കാതെ, പുതിയ നിയമസഭയുടെ പഥ്യവചനവും പഥ്യോപദേശവും അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിനായി കൂട്ടാളികളായി തീരാതെ ഉയർപ്പും രൂപാന്തരവും ഒന്നും നടക്കത്തില്ലെന്ന് എൻ്റെ പൊന്നു പെന്തക്കോസ്തുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഞങ്ങളൊക്കെ കറതീർന്ന് പറയുന്ന ആൾക്കാരാണ്, ചുമ്മാ ആൾക്കാരെ മെനക്കെടുത്തുന്നവരില്ല. സത്യം ഉള്ളതുപോലെ പറയുന്നവരാണ്. ഗലാത്യർ പൗലോസ് പറഞ്ഞ സത്യം പറയുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോകും. സത്യം പറഞ്ഞാൽ ശത്രുവായി പോകും. ശത്രു മനോഭാവം കാണിക്കുന്നവർ കാണിക്കട്ടെ, പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളുടെ പുറകെ പോകുന്നവരായി തീരണം, സങ്കല്പങ്ങളുടെ പുറകെ പോകുന്നവരായി നമ്മൾ തീരരുത്. കർത്താവ് നമുക്ക് തന്ന ഈ പഥ്യവചനം, ഈ പഥ്യോപദേശം നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് അനുസരിച്ച് ജീവിച്ച് ഒരു നല്ല ഒരു ഭക്തനായി, ഒരു ഭക്തയായി മരിച്ചു കഴിയുമ്പോൾ ഒരു അടക്ക് ശുശ്രൂഷയും കിട്ടണ്ട. എന്നെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു അടക്ക് ശുശ്രൂഷയും വേണ്ട, ചുമ്മാ കൊണ്ടേ കുഴിച്ചിട്ടേക്കുക. ആൾക്കാരെ വിളിച്ച് പാട്ടും പാടിപ്പിച്ച് സ്നേഹിസും കൊടുത്ത് ചായയും കൊടുത്ത് ബഹളം വയ്ക്കുക, ഒരു പരിപാടിയും വേണ്ട. പ്രാർത്ഥിച്ച് സ്വർഗത്ത് കയറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ട് പെന്തക്കോസ്തുകാരെ അധപ്പതിച്ച് പോയെന്ന് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുക. പാട്ടുകാരൻ മരിച്ചു കഴിഞ്ഞാൽ പാടി സ്വർഗത്ത് കൊണ്ടെത്തിക്കുക എല്ലാം കൂടി. അല്ലാത്തവർ മരിച്ചു കഴിഞ്ഞാൽ പ്രസംഗിച്ച് സ്വർഗത്തിലെത്തിക്കുക. ഇതൊക്കെ വെറും എന്താ പറയുക, തോന്നലുകളും വെറും തെറ്റായ ചിന്താഗതികളുമാണെന്ന് ഇന്ന് പൽക്കാലം ഞാൻ തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭക്തൻ മരിച്ചാൽ
അവനെ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതി. നമ്മൾ ഈ കാണിക്കുന്ന ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വെറും ഓവറാണെന്ന്. പണ്ട് ക്യാപ്റ്റൻ ശമ്പൽ വരച്ചപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ എന്നെ കൊണ്ട് നടക്കണമെന്ന് താൻ എഴുതി വെച്ചു എന്നാണ് പറയുന്നത്, പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്വന്തം മകൻ പോലും കാണാൻ വന്നില്ല. കാരണം അപ്പയെ ഞാൻ അവിടെ ചെന്ന് കണ്ടോളാമെന്ന് പ്രത്യാശ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവരുടെയൊക്കെ ജീവിതം. താനും തൻ്റെ കുടുംബമൊക്കെ ആ നിലയിലാണ് ജീവിച്ച് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ അടക്കൊരു ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു പെന്തക്കോസ്തുകാരായി മാറിയിരിക്കുക. നമ്മൾ കല്യാണത്തെക്കാൾ കെങ്കേമമാക്കുകയാണ് അടക്കം. കല്യാണമോ അടക്കമോ ഒക്കെയാണ് നമുക്ക് പ്രധാനം. ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ രൂപാന്തരം പ്രാപിക്കും. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് ഈ മിഥ്യയായ കാര്യങ്ങളുടെ പിറകെ പോയി സമയം കളയാതെ യാഥാർത്ഥ്യങ്ങളുടെ പിറകെ പോകുവാൻ ഞാൻ നിങ്ങളെ ശക്തമായി പ്രബോധിപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. 1-ാം അധ്യായം കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസംഗിച്ചു, കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. കൊലോസ്യ ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണ്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് രചിച്ച ലേഖനങ്ങളാണ് ഈ ലേഖനം. അതിൽപ്പെട്ട ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. നമ്മളെപ്പോലെ സുഖിയന്മാരായിട്ട് തിന്നു കുടിച്ച് തിമിർത്ത് കഴിയുന്ന ഒരു അവസ്ഥയല്ല പൗലോസിൻ്റെ ജീവിതത്തിൽ. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യം പഠിക്കുമ്പോൾ ഈ നാഴിക വരെ നിങ്ങൾ വിശന്നും ദാഹിച്ചും തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, കുത്തുകൊണ്ട് സ്ഥിരവാസമില്ലാതെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും അനുഭവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ചരിത്രമാണ് ആദിമ അപ്പോസ്തലന്മാർക്ക്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഇന്നത്തെ ശിഷ്യന്മാർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലവേയില്ല. സുഖിയന്മാരായി തീർന്നിരിക്കുക ഇന്നത്തെ ശിഷ്യന്മാർ. സുഖം തേടി നടക്കുന്നവരാ. ഒരു വീട്ടിലൊരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പാസ് ചെന്നപ്പോൾ ഉള്ള കഥ ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി. രാവിലത്തെ മെനു, ഉച്ചത്തെ മെനു, വൈകുന്നേരത്തെ മെനു, അതിനിടയ്ക്കുള്ള സ്നേക്സ്, ഇതൊക്കെ അക്കമിട്ട് നിരത്തി പറയുക, പാസ്റ്റർ എനിക്ക് ഇന്നൊക്കെ തന്നിരിക്കണം. ഞാൻ ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നെങ്കിൽ ശക്തമായി പ്രതികരിച്ചേനെ. അത് കേട്ടിട്ട് ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചേനെ, ഏത് വ്യവസ്ഥ അനുസരിച്ചാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചേനെ. ഞാൻ ചോദിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യത്തിൽ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ, പൗലോസ്, പത്രോസ്, യോഹന്നാൻ, പൗലോസിനുള്ള ഭാഗ്യം ലഭിച്ചില്ല. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അവരൊക്കെ. പത്രോസിൻ്റെ നെഴിൽ തട്ടി രോഗികൾ സൗഖ്യമായ ചരിത്രം പ്രവൃത്തി പുസ്തകം നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവരെ ഉയർപ്പിക്കുകയൊക്കെ ചെയ്ത കർത്താവിൻ്റെ വിലപ്പെട്ട ശിഷ്യന്മാർ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുമ്പോൾ ഇതൊന്നും പ്രാപിക്കാത്തൊരു മനുഷ്യനിവിടെ പറയുക, എനിക്ക് അത് വേണം, ഇത് വേണം. എന്തോ ഒരു അഹങ്കാരമാണെന്ന് നോക്കിക്കൊള്ളേ. ആ കാശിന് പോക്കില്ലാതെ കിടന്നവനൊക്കെ സുവിശേഷം വിറ്റ് തിന്ന് കാശുണ്ടാക്കി സുഖിയന്മാരായപ്പോൾ അവർക്ക് അഹങ്കാരത്തിൻ്റെ അത്യുച്ചകോടിയിൽ അവരെത്തിക്കഴിഞ്ഞിരിക്കും. ഞാൻ അവരെക്കുറിച്ച് പറയുന്നത്, വീണുപോയ ദൂതൻ, അവൻ്റെ അവസ്ഥ എന്തായിരുന്നു? അത്യുന്നതിൻ്റെ സിംഹാസനത്തിന് മേലെ എൻ്റെ സിംഹാസനം വയ്ക്കും എന്ന് അഹങ്കരിച്ചു. ദൈവം അവനെ വെട്ടി താഴെയിട്ട് കളഞ്ഞു. അതുപോലെ ഇങ്ങനെയൊക്കെ അഹങ്കരിക്കുന്നവരെ ദൈവകൃപയിൽ നിന്ന് വീണുപോയെന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മുടെയും അവസ്ഥ ഗതികെട്ട അവസ്ഥയായി തീരുമെന്ന് പറഞ്ഞ് ഞാൻ ഈ കൊലോസ്യ ലേഖനത്തിലേക്ക് വരിക. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. അപ്പോൾ ഇത് നമുക്കും കൂടിയുള്ളൂ. ഈ തിരുവെഴുത്ത് നമുക്കും കൂടിയുള്ളതാണ്. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം, വിവേകപൂർണതയുടെ സമ്പത്ത്. ഇത് ചിന്തിച്ചു നോക്കുക. ഞാനിത് വായിച്ചിട്ട് എനിക്ക് അങ്ങ് അതിശയം തോന്നുക.
കൊലോസ്യയിലെ വിശ്വാസികൾ അല്ലെങ്കിൽ പൗലൂസിൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും പൗലൂസിന് അവരെക്കുറിച്ചുള്ള ആ ചിന്ത, ആ ഒടുങ്ങാത്ത ദാഹം, എല്ലാവരും ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഒരു ഏകീകരണം, വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, ഉപദേശത്തിൽ, എല്ലാത്തിലും ഒരു ഏകീകരണം ഉണ്ടാകണം. ഇന്ന് അങ്ങനെയുള്ള ഏകീകരണം ഉണ്ടോ? ഒരു സഭയ്ക്ക് ഒരു ഉപദേശം, വേറൊരു സഭയ്ക്ക് വേറൊരു ഉപദേശം, പിന്നൊരു കൂട്ടായ്മ എടുത്തു നോക്കിയാൽ അത് വേറൊരു ഉപദേശം. ആയിരക്കണക്കിന് ഉപദേശം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന കൂട്ടായ്മകൾ. എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? ബഹുമാനപ്പെട്ട ബാലൻ സാറ് മരിക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞൊരു പ്രസ്താവന എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് സഭകളെല്ലാം വന്നു കഴിയുമ്പോൾ എല്ലാം ഒരേ ഉപദേശത്തിലായിട്ട്. കർത്താവ് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചു. ഈ ഒരു ചിന്ത പോലും ഇന്ന് പലർക്കും ഇല്ല. 4 സുവിശേഷങ്ങൾ കർത്താവ് അവരെ പഠിപ്പിച്ചതാണ്. അതിൽ നിന്ന് നമുക്ക് ഉപദേശങ്ങൾ എടുക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ കർത്താവല്ല സഭയെ പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാരാണ് പഠിപ്പിച്ചത്. അവരെ സഭയെ പഠിപ്പിക്കാൻ കർത്താവ് അവരെ വരമേൽപ്പിച്ചു. അതാണ് മത്തായി 28:20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. അപ്പോൾ കർത്താവ് ശിഷ്യരാക്കാനായിട്ട് പഠിപ്പിക്കേണ്ട ഉപദേശം എന്താണ്, കർത്താവ് പഠിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ മോചന പ്രമാണം ഞായറാഴ്ച തോറും സഭകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്, പ്രമാണം വാങ്ങാൻ ദൈവപുരുഷൻ പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ ഒരല്പസമയം ലീഡർഷിപ്പ് ആർക്ക് കിട്ടി? അഹരോന് കിട്ടി. അഹരോൻ്റെതായ ഒരു ഉപദേശം, തട്ടിക്കൂട്ട് ഉപദേശം അവിടെ കൊണ്ടുവന്നു. എന്തായിരുന്നു? ജനം പറഞ്ഞു, ഞങ്ങളെ നടത്തിയ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളെ നടത്താൻ ആരുമില്ല, ഞങ്ങൾ ആ ഘട്ടത്തിലാണ്, ഞങ്ങൾക്കൊരു ദൈവത്തെ വേണമെന്ന് ജനം പറഞ്ഞപ്പോൾ ഈ ദർശനം നഷ്ടപ്പെട്ട അഹരോൻ എന്തു ചെയ്തു? സ്വർണ്ണാഭരണങ്ങളൊക്കെ തട്ടിക്കൂട്ടിയെടുത്ത് ഒരു വലിയ ഒരു ദുഷ്പ്രവൃത്തി താനവിടെ ചെയ്യാനിടയായി. ആ ദർശനം നഷ്ടപ്പെട്ട ലീഡർഷിപ്പാണ് ഇന്ന് ബഹുഭൂരിപക്ഷമെന്ന് ചിന്തിച്ചാൽ തെറ്റില്ലെന്നുള്ള വാദക്കാരനാണ് ഞാൻ. സഭയെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് നടത്താതെ, ആ ഉപദേശം പഠിപ്പിക്കാതെ അവരവർക്ക് തോന്നിയതുപോലെ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം നമുക്കൊന്നെടുക്കാം. അവിടെ ഒരു വലിയ പഠനം കിടപ്പുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം കൈ കഴുകുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അവിടുത്തെ വിഷയം. ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള വിഷയമാണ് അവിടെ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനും ശിഷ്യന്മാർക്കെതിരെ ഉന്നയിച്ചത്. അപ്പോൾ യേശു അവരോട് പറയുന്ന ഭാഗമാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളയുന്നു. ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുക, നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞു, മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നു. ഒന്ന് ദൈവകൽപ്പന വിട്ടുകളയുന്നു, ദൈവകൽപ്പന തള്ളിക്കളയുന്നു. എല്ലാം വായിക്കാൻ സമയമില്ല. നിങ്ങൾ ആ മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ കുറഞ്ഞ പക്ഷം 1 മുതൽ 23 വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ച് പഠിച്ചോണേ. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. അപ്പോൾ ദൈവകൽപ്പന വിട്ടുകളയുന്നു, ദൈവകൽപ്പന തള്ളിക്കളയുന്നു, ദൈവകൽപ്പന ദുർബലമാക്കുന്നു. അപ്പനെയും അമ്മയോടോ നിനക്ക് ഉപകാരമായി വരേണ്ടത് വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് തൻ്റെ അപ്പനെയോ അമ്മയോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി, ബഹുമാനിക്കണ്ട, സ്നേഹിക്കണ്ട, ഖുർബാൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതി. അപ്പോൾ ദൈവകൽപ്പന വിട്ടുകളയുന്നു, ദൈവകൽപ്പന തള്ളിക്കളയുന്നു, ദൈവകൽപ്പന ദുർബലമാക്കുന്നു.
ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സഭകൾ പലരും ദൈവകൽപ്പന വിട്ടുകളയുന്നു, ദൈവകൽപ്പന തള്ളിക്കളയുന്നു, ദൈവകൽപ്പന ദുർബലമാക്കുന്നു. അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചതുപോലെ സഭയെ പഠിപ്പിക്കാൻ കഴിയാതെ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് തള്ളിക്കളഞ്ഞ് ദുർബലമാക്കി ജനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ വൃന്ദങ്ങൾ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ജാഗ്രത, അപകടം മണത്ത് ഞാൻ പറയുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സഭയെ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കേ. സഭ നന്നാകണമെങ്കിൽ, വ്യക്തികൾ നന്നാകണമെങ്കിൽ കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ഉപദേശമാണ് സഭയുടെ ഉപദേശം. അതിനാണ് അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. ഒന്നാമത്തെ സഭ പ്രവൃത്തി 2, പത്രോസിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോട് പ്രസംഗിച്ച പ്രസംഗം. ആ പ്രസംഗത്തിൽ മുമ്പോട്ട് വന്ന എത്ര പേര്? 3000 പേര്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ വിഷയം ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പലർക്കും ഇത് കേട്ടിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പിന്നെയും പിന്നെയും പറയുന്നതിൻ്റെ കാരണം മനസ്സിലാകാൻ വേണ്ടി തന്നെയാ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വന്നു. അധ്യായത്തിൻ്റെ അവസാന വാക്യം, അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതായത് കർത്താവിൻ്റെ സഭ. അല്ലാത്ത സഭയൊന്നും കർത്താവിൻ്റെ സഭയാണെന്ന് പറയാൻ നമുക്ക് യാതൊരു ന്യായവും ഇല്ല. അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. അവരൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ നിത്യത നഷ്ടമാക്കരുത്. മനുഷ്യനൊരു ആയുസേ ഉള്ളൂ ഈ ഭൂമിയിൽ. 70 80 സംവത്സരം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം നിത്യമായ നരകത്തിലോ നിത്യമായ സ്വർഗത്തിലോ ആയിരിക്കും. അതേത് വേണമെന്ന് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞങ്ങളൊക്കെ ഇനി എത്ര നാളിങ്ങനെ വചനം പറയാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കാണുമായിരിക്കാം, ചിലപ്പോൾ ഈ ലോകത്ത് മാറ്റപ്പെടുമായിരിക്കാം. പക്ഷെ ആ മാറ്റപ്പെടുന്നവർ ഇത് പറഞ്ഞ് മരിക്കാനാണ് നമ്മുടെ താല്പര്യം. കേൾക്കാനുള്ളവർക്ക് കേൾക്കാം, ഡിലീറ്റ് ചെയ്ത് കളയുന്നവർക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാം. സ്തോത്രം. അങ്ങനെയാണല്ലോ വചനം പറയുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് തന്നെയാണ്, മനസ്സ് വെച്ച് കേൾക്കണമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവരോട് മർക്കോസ് 7 പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരുടെ കർത്താവ് പറഞ്ഞൊരു ഭാഗം കൂടി വായിക്കാൻ നിർത്തുക. കൈ കഴുകാതെ കഴിക്കുന്നതല്ല അശുദ്ധം, പിന്നെന്താ? മനുഷ്യരെന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് ശാസ്ത്രിമാരോടും പരീശന്മാരോടും കർത്താവ് മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. നാടൻ ഭാഷയിൽ പറഞ്ഞ കണ്ടം വഴി ഓടിക്കാണ് ഇവരെല്ലാം. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതല്ല പരീശനേ, ശാസ്ത്രി, അശുദ്ധം. ഈ വക നീചമായ പ്രവൃത്തികളാണ് അശുദ്ധമെന്ന് കർത്താവ് അവരെ പറഞ്ഞ് പഠിപ്പിക്കാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം.